എല്ലാവർക്കും നമസ്കാരം. സ്നേഹക്കൂട്ട് സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സേതുവും പല്ലവിയും സമയോചിതമായിട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് സ്വാതി രക്ഷപ്പെടുകയാണ്. അങ്ങനെ സ്വാതി ആശുപത്രിയിലാക്കിയതിന് ശേഷം എന്തായാലും ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള അവനുണ്ടല്ലോ, ആ ഇന്ദ്രൻ, അവനെ ഒതുക്കാതെ ഇനി ഒരു രക്ഷയില്ല എന്ന് രണ്ടാളും ചേർന്ന് ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ ഇവരുടെ ഈ ഒരു തീരുമാനവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിശ്വജിത്ത് നമ്മുടെ പല്ലവിയുടെ അനുജത്തിയെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾക്ക് ശേഷമാണെങ്കിലോ നമ്മുടെ സ്വാതിക്ക് ബോധം തെളിയാണ്. അങ്ങനെ ബോധം തെളിഞ്ഞതും അവൾ ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി. അങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു, എടോ തനിക്കിപ്പോൾ വയസ്സ് 10-20 വയസ്സാകുന്നതല്ലേ ഉള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് എന്തിനാ ഇതുപോലെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെടുന്നതെന്ന് ഡോക്ടർ ചോദിച്ചു. അത് കേട്ടതും അവളാണെങ്കിലോ, ഡോക്ടർ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇവിടെ വന്ന സമയത്ത് വളരെ മോശമായിട്ടാണല്ലേ പെരുമാറിയത്. അതേടോ, താൻ വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത്. എന്തായാലും തൻ്റെ ചേട്ടനും ചേട്ടത്തിയും കൂടിയാണ് ഇവിടെ തന്നെ എത്തിച്ചത്. ഇപ്പം താൻ വേറെ പ്രോബ്ലം ഒന്നും തനിക്ക് തോന്നുന്നില്ലല്ലോ. ഇനിയിപ്പം അധികം താമസിയാതെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. പക്ഷേ ഇപ്പോഴും ഞാനൊരു കാര്യം തന്നോട് പറയുകയാണ്, ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ലഹരികളുടെ പിന്നാലെ പോവരുതെന്ന്. അങ്ങനെ ഡോക്ടർ നമ്മുടെ സേതുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതേ സേതു, കുട്ടിയുടെ ശരീരത്തിൽ അമിത ഡോസിൽ ആ മരുന്ന് ചെന്നതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇന്നലെ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്തായാലും ഇപ്പൊ ഈ മരുന്ന് ചെന്നതുപോലെ ഇനിയും ഇവളിത് ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇവളിൽ പ്രത്യേക ഒരു പരിഗണനയൊക്കെ നൽകണം കേട്ടോ. ആ സമയമാണെങ്കിലോ നമ്മുടെ സ്വാതിയുടെ റൂമിൽ, സ്വാതിയെ കിടത്തിയിരിക്കുന്ന ആ റൂമിലേക്ക് നമ്മുടെ പല്ലവി ചെന്നതും സ്വാതി ചോദിച്ചു, എന്നെ ഇവിടെ ടീച്ചറും ഏട്ടനും കൂടിയാണോ എന്നെ ഇവിടെ ആക്കിയതെന്ന് ചോദിച്ചതും നമ്മുടെ പല്ലവി പറഞ്ഞു, അതെ മോളെ, നീ എന്തിനാ ആ ഇന്ദ്രന്റെ കൂടെ ചേർന്ന് ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോയത്? എനിക്കറിയില്ല ചേച്ചി, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയതാണെന്ന് അവിടെ വെച്ച് അവള് സമ്മതിക്കുക. എന്തായാലും തൻ്റെ ടീച്ചർ കൂടി ആയതുകൊണ്ട് തന്നെ താൻ വഴിവിട്ടു പോകുന്ന പല സന്ദർഭങ്ങളിലും പല്ലവി സ്വാതിക്കൊരു താക്കീത് നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ടീച്ചർ അമ്മയോട് അവൾ പറഞ്ഞു, അതെ എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ അതുപോലെയുള്ള ഒരു തെറ്റിലേക്ക് പോവില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പല്ലവിയും കൂടി പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ സ്വാതിയെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാം. പിന്നീട് നേരെ പൊന്നുമടത്തിലേക്ക് പോവുകയാണ് സ്വാതിയും പല്ലവിയും കൂടി. അപ്പോഴും സേതു നമ്മുടെ പൂർണിമമ്മയുടെ വിലക്കുള്ളത് കൊണ്ട് തന്നെ അകത്തോട്ട് കയറാതെ അവൻ അവരെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം മടങ്ങിപ്പോരുന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്നതും ഋതുവും അതുപോലെ അച്ചു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അച്ചുവിനാണെങ്കിലും നമ്മുടെ സ്വാതിയെ കണ്ടതും വലിയ സന്തോഷമായി. സ്വാതിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം പല്ലവി പറഞ്ഞ് അച്ചുവിനറിയാലോ. അതുകൊണ്ട് തന്നെ അവള് നമ്മുടെ സ്വാതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അങ്ങനെ ഋതുവാണെങ്കിൽ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അല്ല, നീ ഇവരെയും കൂട്ടി പുറത്ത് കറങ്ങി നടക്കുവാണോ സ്വാതി എന്ന് ചോദിച്ചതും ശരിക്കും പറഞ്ഞാൽ സ്വാതി പറഞ്ഞു, അതെ, എൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരവും എൻ്റെ ടീച്ചറിനുണ്ട്. ഇതെന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അതുകൊണ്ട് ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സമയവും നമ്മുടെ സ്വാതിയും കൂടി ചേർന്ന് ഋതുവിനോടൊപ്പം നിന്ന് ഇപ്പുറത്ത് നമ്മുടെ പല്ലവിയെ കുത്തി നോവിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സ്വാതിയുടെ ഈ ഒരു മനംമാറ്റം ഋതുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ സ്വാതിയും കൂട്ടിയിട്ട് നേരെ പല്ലവി പോകുന്നത് പൂർണിമ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് അമ്മയോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. സ്വാതി ആണെങ്കിലോ, അമ്മ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള ഒരു തെറ്റിന്റെ പിന്നാലെ പോവില്ല എന്ന് കൂടി അമ്മയെ കണ്ട് പറയാണ്. അങ്ങനെ ഇവര് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകാണ്ട് നമ്മുടെ ഋതു ആകെ ടെൻഷൻ അടിക്കുക. തനിക്ക് ഈ വീട്ടിൽ സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സ്വാതി എന്ന് പറയുന്ന തൻ്റെ കുഞ്ഞനുജത്തി. അവളും ഇപ്പം സേതുവിൻ്റെയും പല്ലവിയുടെയും ഒപ്പം ചേർന്നിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ താൻ ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഋതുവിനുണ്ട്. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൂർണിമയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ പല്ലവി നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ കേട്ടതിന് ശേഷം പൂർണിമയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. മോളെ, നിങ്ങൾ സമയത്ത് അവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് സ്വാതിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. എന്തായാലും മക്കളോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്.
അമ്മേ, എന്നോടല്ല അമ്മ നന്ദി പറയേണ്ടത്, ദേ സേതുവേട്ടനോടാ. സേതുവേട്ടനാണ് ഇവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അവിടെ പറന്നെത്തി അവളെ രക്ഷപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പല്ലവി നമ്മുടെ സേതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പൂർണിമയ്ക്കാണെങ്കിലോ, ശരിയാ മോളെ, എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട്. അവൻ ഈ വീട്ടിൽ നിന്ന് പോവാൻ പാടില്ലായിരുന്നു. അവൻ ഇവരുടെ വല്യേട്ടനായിട്ട് ഈ പൊന്നുമടത്ത് തന്നെ ഉണ്ടാകണമായിരുന്നു എന്നുള്ള കാര്യം പൂർണിമ നമ്മുടെ പല്ലവിയോട് സംസാരിക്കുക. അത് കേട്ടതും പല്ലവിയാണെങ്കിൽ പൂർണിമയോട് പറഞ്ഞു, അമ്മേ, ഇനി എൻ്റെ അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. ദേ പൊന്നുമടത്തിലെ പഴയ സേതുവായിട്ട് നമ്മുടെ സേതുവേട്ടൻ വരും. അങ്ങനെ ഈ സ്നേഹക്കൂട് പഴയതുപോലെ തന്നെ അത്രയും സന്തോഷമുള്ളൊരു വീടായി മാറുമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ പല്ലവി. എന്തായാലും പല്ലവിയും നമ്മുടെ സ്വാതിയും അതുപോലെ അച്ചുവും ഒക്കെ ആഗ്രഹിക്കുന്നത് പൊന്നുമടത്തിലേക്ക് അവരുടെ വല്യേട്ടൻ സേതു വരണമെന്ന് തന്നെയാണ്. അപ്പം അടുത്ത ദിവസങ്ങളിൽ അറിയാം പൂർണിമ പോയി വിളിക്കുവോ അതോ സേതു ആ വീട്ടിലേക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.